നമസ്കാരം, ഞാൻ വിനോദ്. പൈനിയർ സ്റ്റഡീസിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ടെൻസുകൾ അല്ലേ? ടെൻസുകളിൽ നമ്മൾ പ്രസന്റ് ടെൻസിലെ 4 രൂപം പഠിച്ചു, പാസ്റ്റ് ടെൻസിലെ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ് എന്നിവയും പഠിച്ചു അല്ലേ? പ്രസന്റ് ടെൻസിലെ ഏതൊക്കെയാണ് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് ടെൻസിലെയോ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഇവ നമ്മൾ പഠിച്ചു. എൻ്റെ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ? പ്രസന്റ് പെർഫെക്റ്റ് എങ്ങനെയായിരുന്നു എന്ന് ഓർത്താൽ നിങ്ങൾക്ക് പാസ്റ്റ് പെർഫെക്റ്റ് വളരെ എളുപ്പമായിരുന്നു. പ്രസന്റ് പെർഫെക്റ്റ് എങ്ങനെയായിരുന്നു? വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ഞാൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്, ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നാണെന്ന് അറിഞ്ഞുകൂടാ അല്ലേ? അങ്ങനെ കൃത്യസമയം അറിഞ്ഞുകൂടാത്തതും കഴിഞ്ഞു പോയ സമയത്ത് നടന്നതും പ്രസന്റ് പെർഫെക്റ്റിലായിരുന്നു നമ്മൾ പറയുന്നത്. പക്ഷേ പാസ്റ്റ് പെർഫെക്റ്റിൽ എങ്ങനെയാണ്? വന്നിട്ടുണ്ടെന്നല്ല, വന്നിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. കണ്ടോ ആ വ്യത്യാസം? കണ്ടോ? വന്നിട്ടുണ്ടെന്നല്ല, അത് പ്രസന്റ് പെർഫെക്റ്റിലാണ്. വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴോ പാസ്റ്റ് പെർഫെക്റ്റ്. അതായുള്ളൂ വ്യത്യാസം, ചെറിയ വ്യത്യാസമുള്ളൂ. മലയാളത്തിലെ ചെറിയ വ്യത്യാസം അറിയാൻ വേണ്ടിയാണ് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല, അത് ഓർക്കണം പ്രത്യേകിച്ച്. ഇപ്പോൾ ഉള്ള കാര്യമല്ല നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ എഴുതി നോക്കാം. ഞാൻ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സമയത്ത് അല്ലേ? എങ്ങനെ എഴുതാം? സബ്ജക്റ്റ് ഏതാണ്? ഐ അല്ലേ? ഐ ഹാഡ്. ഇവിടെ ഒരു പ്രത്യേകത ഓർക്കണം. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാസ്, ഹാവ്. പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് അല്ലേ ഹാവ് മാറി ചേർക്കണമായിരുന്നു. തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ ഹാസ് ഒക്കെ ചേർക്കണമായിരുന്നു. ഇവിടെ പക്ഷെ അതൊന്നും വേണ്ട, നമുക്ക് എളുപ്പമുണ്ട്. ഏതാണ്? ഹാഡ് ചേർത്താൽ മതി അല്ലേ? ഐ ഹാഡ്. പിന്നെ ഒരു കാര്യമുള്ളൂ, വെർബിന്റെ മൂന്നാമത്തെ രൂപം വേണം എഴുതാൻ അല്ലേ? നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ വെർബ്, ചെയ്യുന്ന പ്രവൃത്തി. അതിന്റെ 3 രൂപം, ഏതെങ്കിലും വെർബിനും 3 രൂപം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ നിർമ്മിക്കുക എന്നുള്ളതിന്റെ 3 രൂപം എന്താണ്? ഞാൻ പറഞ്ഞുതരാം. ബിൽഡ്, BILD, ബിൽഡ്. രണ്ടാമത്തെ രൂപം എന്താണ്? ബിൽറ്റ്. മൂന്നാമത്തെ രൂപവും ബിൽറ്റ് തന്നെയാണ്. ബിൽഡ്, ബിൽറ്റ്, ബിൽറ്റ്. ചിലതിന് അങ്ങനെ വരാറുണ്ട്. ചിലതിന് ആദ്യത്തെ രൂപം കഴിഞ്ഞാൽ രണ്ടാമത്തെ രൂപം മൂന്നാമത്തെ രൂപം ഒന്ന് തന്നെയായിരിക്കും. എങ്ങനെയായിരിക്കും? ജമ്പ്, ജംപ്ഡ്, ജംപ്ഡ് അല്ലേ? അതുപോലെ എന്നാൽ 3 രൂപം ഒരുപോലെ വരുന്ന വെർബ് 1, വെർബ് 2, വെർബ് 3 ഒരുപോലെ വരുന്നുമുണ്ട്. റീഡ്, വായിക്കുന്ന വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. റീഡ്, റെഡ് അല്ലേ? അപ്പം ചിലത് അങ്ങനെയുണ്ട്. അങ്ങനെ ഓരോ വെർബിന്റെ 3 രൂപങ്ങൾ നിങ്ങൾ പതിയെ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കണം. ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു, നിർമ്മിക്കുക എന്നുള്ളതാണ് വെർബ്. അതിന്റെ മൂന്നാമത്തെ രൂപം ബിൽറ്റ് ആണ്. ബിൽഡ്, ബിൽറ്റ്, ബിൽറ്റ്. അപ്പം മൂന്നാമത്തെ രൂപം എന്താണ്? ബിൽറ്റ്. ഐ ഹാഡ് ബിൽറ്റ്, BUILT എന്നാണ് ബിൽറ്റ്. ബിൽറ്റ് എന്താണ് നിർമ്മിച്ചിട്ടുള്ള? ഒരു വീട്. ബിൽറ്റ് ഹൗസ്. ഉണ്ടോ? ഐ ഹാഡ് ബിൽറ്റ് എ ഹൗസ് എന്ന് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ ഇംഗ്ലീഷ് എഴുതാൻ പഠിച്ചു നമ്മൾ. ആ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ടെൻസ് അറിയാമല്ലോ, നമ്മൾ തെറ്റിച്ച് എഴുതി വയ്ക്കും. ഐ വാസ് ബിൽറ്റ്, ഐ വാസ് ബിൽഡിങ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിച്ച് കളയും നമ്മൾ. പക്ഷേ നമുക്ക് ടെൻസ് അറിയാമെങ്കിലോ, ഞാനൊരു വീട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ എഴുതണം? ഉണ്ടായിരുന്നു, നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അതെങ്ങനെ എഴുതണ്ടേ? സബ്ജക്റ്റ് എഴുതണം, ഹാഡ് എഴുതണം, വെർബ് 3 എഴുതണം, ഒബ്ജക്റ്റ് എഴുതണം. ഇങ്ങനെ മനസ്സിലോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് എഴുതാം. സബ്ജക്റ്റ്, ഹാഡ്, V3, ഒബ്ജക്റ്റ്. ഇനി വി ആണെങ്കിലോ, ഞങ്ങളൊരു വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റം വല്ലതും ഉണ്ടോ? ഹാഡിന് ഹാഡ് തന്നെയാ, ഒരു മാറ്റവും ഇല്ല. പിന്നെയോ യു വന്നാലും ഒരു മാറ്റവും ഇല്ല അല്ലേ? ഇവിടെ ഈ ഹാഡിന് ഒരു മാറ്റമില്ല. ഹാഡ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. പ്രസന്റ് പെർഫെക്റ്റ് ആണ്, പക്ഷെ ഹാസ് അല്ലേ ഹാവ് മാറി വരും അല്ലേ? യു, ഹി, ഷീ, ഇറ്റ്. തേർഡ് പേഴ്സൺ സിംഗുലർ. ഇവിടെ അങ്ങനെ ഒന്നും ഒരു മാറ്റവും ഇല്ല. ഹാഡ് തന്നെയാണ്. ഹാഡ് ഉണ്ടോ? ഇവിടെയും മാറ്റമൊന്നുമില്ല. ദേ, അത് ഹാഡ് തന്നെ, ഒരു മാറ്റവും ഇല്ല. എല്ലാത്തിനും ഹാഡ് തന്നെ എഴുതി പോയാൽ മതി, യാതൊരു മാറ്റവും ഇല്ല പാസ്റ്റ് പെർഫെക്റ്റിൽ എന്ന് നിങ്ങൾ ഓർക്കണം. പാസ്റ്റ് പെർഫെക്റ്റിൽ എന്തൊക്കെയാണ്? വന്നിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു, എന്നിങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പറയേണ്ടത്. പിന്നെ പാസ്റ്റ് പെർഫെക്റ്റിന് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഉപയോഗം കൂടെ ഉണ്ട്. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാം. എന്നാലും ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ കഴിഞ്ഞു പോയ സമയത്ത് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നടക്കുകയാണെങ്കിൽ
ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം ഏതിൽ പറയണം? സിമ്പിൾ പാസ്റ്റിലും പറയണം. അതിന് നമുക്ക് സെന്റൻസ് നമുക്ക് അത് പിന്നീട് ചില 2 സെന്റൻസ് കൂടി വരുന്നതല്ലേ. നമുക്ക് അല്പം ടെൻസുകളൊക്കെ ഒന്ന് പഠിച്ചിട്ട് അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാവും. ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഉപയോഗം എന്താണ്? കഴിഞ്ഞു പോയ സമയത്ത് നടന്ന 2 കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം നടന്ന ഏത് ടെൻസിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം ഏത് വേണം? സിമ്പിൾ പാസ്റ്റിലും പറയണം. അത് നമുക്ക് ടെൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വിശദമായിട്ട് ഞാൻ ഈ ടെൻസ് പറഞ്ഞുതരാം. അത് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഇതുണ്ടോ, ഞാനൊരു വീട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ബിൽറ്റ് എ ഹൗസ്. ഇത് നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. വേറെ ഞാൻ ആഗ്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയണ്ട, നമുക്ക് വേറൊരെണ്ണം എഴുതാം. അരവിന്ദ് ആഗ്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കുക എങ്ങനെ എഴുതുന്നത്. ആദ്യം ഏതാണെന്ന് നമുക്കറിയാം. അതായത് സബ്ജക്റ്റ്. ആരാ ഇവിടെ സബ്ജക്റ്റ്? ആരാ ആഗ്രയ്ക്ക് പോയ? അരവിന്ദ്. പിന്നെ എന്താ വേണ്ടത്? ഹാർഡ്. എന്ത് എളുപ്പ? ഹാർഡ്. പിന്നെ എന്താണ്? വെർബ് 3. ഇവിടെ പോവുക എന്നുള്ളതാണ്. അതറിയാം നിങ്ങൾക്ക് അല്ലേ? ഗോ വെർബ് 1, വെന്റ് വെർബ് 2. അതിന്റെ വെർബ് 3 ഏതാണ്? ഗോൺ. അരവിന്ദ് ഹാർഡ് ഗോൺ. കണ്ടോ? വെർബ് 3 പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. 4-5 വെർബ് 1, വെർബ് 2, വെർബ് 3 ഒന്ന് പഠിച്ചു വെക്കണം. നമുക്ക് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട് അല്ലേ? അരവിന്ദ് ഹാർഡ് ഗോൺ എങ്ങോട്ടാണ്? ടു ആഗ്ര. എന്നാണെന്ന് സമയം നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് പറഞ്ഞു. എന്നാണ് കൃത്യസമയം അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പറയുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് പോലെ കൃത്യസമയം അറിയണം നിർബന്ധമില്ല. കണ്ടോ? അരവിന്ദ് ഹാർഡ് ഗോൺ ടു ആഗ്ര. അരവിന്ദ് ആഗ്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാ അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന, വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ പറയുന്നത്. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പാസ്റ്റ് ടെൻസിലെ 3 രൂപങ്ങളും പഠിച്ചു. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് പഠിക്കാനുള്ളത് അല്ലേ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എളുപ്പമായി വരും. അടുത്ത ക്ലാസ്സിൽ ഞാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നമ്മളെ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാനായിട്ട് വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഗുഡ് ബൈ.